ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ നിങ്ങൾ അഞ്ചാൾ ഉണ്ടാവുക? ആ എന്നാ ആയിക്കോട്ടെ. ഫുഡിന്റെ സാധനം ഞാൻ വാങ്ങിയിട്ട് വേഗം പറ്റുന്നു. നോക്കട്ടെ, ഞാൻ ടൗണിൽ പറ്റുന്നു. ഇരിക്കോ? പിന്നെ ഓരോ അഞ്ചാള് വരുന്നുണ്ട്. ഞാൻ നിങ്ങൾ ഈ കോയമ്പുള്ള കൈ കൊണ്ട് നിങ്ങൾ എന്നെ പിടിക്കല്ലാന്ന്. ഇതിപ്പോ ഈ കോയമ്പ് മണം പോക്കാൻ ഞാനിപ്പോ എത്ര സോപ്പിന്റെ വെള്ളം കൊണ്ട് കകണോ? ഒരു കാര്യം പറഞ്ഞേക്കോ, 24 മണിക്കൂർ ഈ കോയമ്പ് എടുത്തിട്ട് പിന്നെ ഈ ടേബിളിന്റെ മുകളിൽ വന്ന് നിൽക്കും. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങോട്ടേക്ക് എന്റെ സുഹൃത്തുക്കൾ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങോട്ട് വരും. ഓല മുന്നിൽ ഈ കോയമ്പിന്റെ മണം കൊണ്ട് ഈ ആളോ ഈ ടേബിളിന്റെ പരിസരത്തോ വന്നിട്ടുണ്ടെങ്കിൽ അടങ്ങി ഒടങ്ങിയിട്ട് എന്തായിക്കോളൂ റൂമിന്റെ മൂല പോയിരുന്നു കേട്ടുക. അത് തന്നെ എനിക്കും പറയാനുള്ള. 24 മണിക്കൂർ ചൊമച്ച് ഈ വീട് മൊത്തം അടുക്കള. ചെറിയൊരു മോനുള്ള ഒരു ബോധവും ഈ തളക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യ? കുഴമ്പിന്റെ മണാണെ പറയണ്ട. ഈ വീട് തുറന്ന കുഴമ്പാ മണക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റൂ? ഇതിനിടെ കൊണ്ട് കളഞ്ഞാൽ ഇനി എന്തിനാ കൊണ്ട് കളയുന്നേ? മക്കളായിട്ട് നിങ്ങൾ മാത്രല്ലല്ലോ ഉള്ള, ഒരു പെങ്ങളില്ലേ, അവളെ വിളിച്ചിട്ട് കുറച്ചു കാലം അവളോട് നോക്കാൻ പറ. ഞാൻ എന്തായാലും ഓളെ വിളിക്കാം. പിന്നെ ഇനിയൊരു കാര്യം ചെയ്യ്, എന്തെല്ലാം വേണ്ടെന്നുള്ളേ പിന്നെ എന്താക്ക് ലിസ്റ്റ് കിട്ടുക. വേണ്ട മോനെ, ഇനി ഓളെ വിളിക്കൊന്നും വേണ്ട. എനിക്ക് ഇവിടെ നിൽക്കാനാ ഇഷ്ടം. ഞാൻ ഇവിടെ നിൽക്കാം. ഇനി ഓളെ ഒന്നും വിളിക്കൊന്നും വേണ്ട മോനെ. ഞാൻ ഇവിടുന്ന് ഏടെയും പോകുന്നില്ല. അവിടെ പോയാൽ ഓടികളെ കൊണ്ട് നല്ല പണിയെടുപ്പിക്കല്ലോ. അതല്ല നിങ്ങൾ അവിടെ പോവാത്തെ? ഇവിടെ നമുക്ക് നല്ല സുഖല്ലേ, നേരത്തിന് തിന്നും കുടിച്ച് ഏതെങ്കിലും ഒരു മൂല കിടന്നാ വയ്യല്ലോ. എനിക്ക് വയ്യ മോനെ, അതാ ഞാൻ എന്നോട് പറയുന്നത്. എന്നെ ഇനി അങ്ങ് കൊണ്ടാക്കണ്ട, ഞാൻ പോകുന്നില്ല മോനെ. വയ്യ എന്ന് പറയുന്നത് കേൾക്കാന്നല്ലാണ്ട് തീറ്റക്കൊന്നും ഒരു കുറവും കാണിക്കുന്നില്ലല്ലോ. ഞാൻ എന്തായാലും ഓളെ വിളിക്കട്ടെ. പിന്നെ സാധനം എന്താ വേണ്ടെന്നുള്ള അതും ഞാൻ എന്താക്ക് വാട്സപ്പിൽ ഇടുകയും ചെയ്യും. ഓ നോക്കുമ്പോ എന്തൊരു മഴയായത്. എന്തായാലും നാദിനെ ഞാൻ വിളിച്ചോളൂ അല്ലേ. എന്താളി ഇപ്പൊ എല്ലാവരും മഴ പെയ്യുന്നത്. ഹലോ, ഇങ്ങനെയുള്ളേ ടൗണിലുള്ളേ? ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചേനു. അത് ഫോൺ കൂടി പറഞ്ഞാൽ ശരിയാവില്ല. ഇനി വൈകുന്നേരം ഇങ്ങോട്ട് വാ. ഞാൻ ഒന്ന് പണിസ്ഥലത്ത് പോയിട്ട് പോയാൽ ഞാനും വരുന്നു. ഞാൻ നാപ്പഴത്തേക്ക് വാ. ആ ശരി എന്നാൽ. മര്യാദ ഇതെങ്ങനെ പോവാ? കോട്ടും കാണുന്നില്ലല്ലോ. സാധനം വാങ്ങാൻ അങ്ങോട്ട് പോയിട്ട് മോനെന്താ പാപ്പം കുടിച്ചിക്കാ? ചാപ്പം കുടിച്ചിക്കാ? കാല് നല്ലോണം വെക്ക് കുഞ്ഞ്. അച്ഛമ്മേന്റെ പോന്നല്ലേ ഇതടാ? നല്ല മോനല്ലേ അച്ഛമ്മേന്റെ? നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ചുമയും കൊണ്ട് അവനെ എടുക്കരുത്, കളിക്കരുത്, ഉമ്മ വെക്കരുത് എന്നോ? ഈ നാശം പിടിച്ച ചുമ ഇവനെയും കൂടി പകർത്താനാണ്. എത്ര പറഞ്ഞാലും കേൾക്കൂല. എന്റെ ദൈവമേ, നാശം പിടിച്ച എങ്ങനെയും ഇതാളോ ഒന്ന് ഒടുങ്ങിപ്പോയാ മതിയായിരുന്നു. ബാക്കിയുള്ളവന് സമാധാനം കിട്ടുമല്ലോ. അമ്മേ, ആ എന്താ ഇവിടെ ഇരിക്കുന്നുണ്ടാ? എന്തിനാ വിളിച്ചേ? എന്നാ വരുമോ പറഞ്ഞേ? ആ വേഗം പോണോ? എനിക്ക് പിള്ളേർ സ്കൂളും വിട്ട് വരുമോ? ഞാൻ വിളിച്ചതെന്ന് വെച്ചാൽ അമ്മേന്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചാ. അമ്മേന്റെ കാര്യ? അമ്മക്കെന്നാ? ഞാൻ അമ്മേനെ നോക്കി മടുത്ത്. ഇനി കുറച്ച് സമയം എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. അതെങ്ങനെ ശരിയാവാ? ഇനി നോക്കി അമ്മേനെ ഇനി നോക്കൂന്നും പറഞ്ഞിട്ടല്ലേ ഈ വീട് സ്ഥലം ഇഞ്ച പേരിൽ എഴുതി തന്നെ? ഭാഗം വെക്കും മെനക്കുന്നതിന് തന്നെ. വെള്ളം കാര്യം ആയിരിക്കും വേണ്ടാത്തൊരു വയല്. പറഞ്ഞത് എടുത്തതും ശരിയാ. ഞാനറിയാം ഇത് ഇത്രയും വലിയ കുരിശാവുന്ന്. ഈ ഒരു കാര്യം ചെയ്യ്, ഈ കുറച്ച് ദിവസം ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അമ്മേനെ. എന്റെ തലക്ക് കുറച്ച് വെളിവ് കിട്ടട്ടെ. എന്നാ ശരി, ഞാൻ നോക്കാം അമ്മേനെ. എന്റെ മരണം വരെ ഞാൻ നോക്കും. പക്ഷെങ്കിൽ എന്ത് ചെയ്യണോ? ഈ വീട് സ്ഥലം എന്റെ പേരിലാക്കി തരണം. അതെങ്ങനെയാണോ ശരിയാവോ? ഞാനും എന്റെ മക്കളും എടുത്തു കഴിഞ്ഞാൽ എന്റെ മക്കൾ എന്റെ ഓളും ഞാൻ എടുത്തേക്ക് പോകാനാ? തെരുവിലേക്ക് കൊണ്ടുപോകാനാ? എനിക്ക് നോക്കാനാവൂലേ? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് വിഷാറ്റം കൊടുത്ത് കൊല്ലാനാ. അതാണ് ഞാനിപ്പോ എന്ത് ചെയ്യണ്ടേ? ഇനി കൊല്ലോ പിടിക്കോ എന്നാന്ന് വെച്ചാ ചെയ്. ഞാൻ പറഞ്ഞിട്ട് ഈ വീട് സ്ഥലം എന്റെ പേരിലാക്കി തരുന്നതാണ്. അമ്മേനെ ഞാൻ നോക്കും. അല്ല ഞാൻ പോന്നാ എനിക്ക് മക്കൾ വരേണ്ട സമയമായി. എല്ലാം അമ്മ എങ്ങോട്ട് ഈ ബാണ്ട കെട്ടെടുത്ത് പോന്നേ? ഏടെ പോയാൽ ഇങ്ങക്ക് രണ്ടാക്കും എന്താ? എനക്ക് പറ്റിയ തെറ്റാ ഇങ്ങള് രണ്ടാള്.
പണ്ടേ നിങ്ങൾ അച്ഛൻ എന്നോട് പറഞ്ഞിക്ക് മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കണ്ടാന്ന്. അന്നേരം ഞാൻ നിങ്ങൾ അച്ഛനെ വഴക്ക് പറയുക ചെയ്തേ. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ അച്ഛനാ ശരിയെന്ന്. എന്നെ പൊന്നു പോലെ നോക്കാന്ന് പറഞ്ഞ് പറ്റിച്ചിട്ടല്ലേ നിങ്ങൾ രണ്ടാളും കൂടി എന്റെ സ്വത്തും മുതലും കൈക്കലാക്കിയേ. എന്നിട്ട് നിങ്ങളിപ്പോ രണ്ടാളും കൂടി വില പേശുന്നല്ലേ എനക്ക് വേണ്ടിയിട്ട്. നിങ്ങളെ പോലെ മക്കൾ ഉപേക്ഷിച്ച് ഒരുപാട് അച്ഛനമ്മമാർ നിൽക്കുന്ന സ്ഥലമുണ്ട്, അതെനക്കറിയാം. ഞാൻ അങ്ങോട്ടേക്ക് പോന്ന ആടെ എനിക്ക് സ്വർഗ്ഗമായിരിക്കും, ഇവിടുത്തെ പോലെ നരകമൊന്നും ആയിരിക്കൂല. ഇനി നിങ്ങൾക്ക് രണ്ടാക്കും അമ്മയെന്ന് വിളിക്കാനുള്ള ഒരു അർഹതയും കൂടി ഇല്ല. നിങ്ങൾ ഇനി എന്നെ അമ്മയെന്ന് വിളിച്ച് വരികയും വേണ്ട. ഞാൻ മരിച്ചാലും കൂടി നിങ്ങൾ എന്നെ നോക്കി വരണ്ട.